കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 8⁻12 ഇൻറ്റു 16⁻15 ഇരട്ടി കാണാനാണ് പറയുന്നത്. ഏതൊരു സംഖ്യയുടെയും ഇരട്ടി കാണാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതിയെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഗുണിച്ച് കയറ്റാനുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ ബേസുകൾ ഡിഫറൻറ്റാണ് അല്ലേ. ഇവിടെ 8ഉം ഒരിടത്ത് 16ഉം ഒരിടത്ത് 2ഉമാണ്. ബേസ് ഡിഫറൻ്റ് ആയിട്ടുള്ള 2 സംഖ്യകളെ ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ചെയ്യേണ്ടതാ ബേസ് സെയിം ആക്കുക. ബേസ് എങ്ങനെ സെയിം ആക്കാം? 8 എന്ന് പറയുന്നത് 2⁻3 ആണെന്ന് എൻ്റെ കുട്ടികൾക്ക് അറിയാം അല്ലേ. അതേപോലെ 16 എന്ന് പറയുന്നത് 2⁻4 ആണെന്നും അറിയാം. അപ്പോൾ 8ൻ്റെയും 16ൻ്റെയും സ്ഥാനത്ത് ഈ വിലകൾ ഇട്ട് കൊടുത്തോട്ടെ. 8നെയും 16നെയും കൂടെ 2ൻ്റെ ടേംസിൽ കൊണ്ടുവരിക. അപ്പോൾ 8ൻ്റെ സ്ഥാനത്ത് 2⁻3 എന്ന് കൊടുക്കുകയാണ്. ഓക്കെ ആണോ? ഓൾറെഡി അതിനൊരു പവർ ഉണ്ട്, ശ്രദ്ധിക്കാതെ പോകരുത്. 12 ഇൻറ്റു 16ൻ്റെ സ്ഥാനത്ത് ഞാൻ 2⁻4 കൊടുത്തു, അതിനൊരു പവർ കിടപ്പുണ്ട് 15, മറക്കണ്ട, ഇൻറ്റു 2. ഓക്കെ ആണോ? ഇനി ചിന്തിക്കേണ്ടത് 2 പവർ, ഒരു പവറിൻ്റെ പുറത്ത് വേറൊരു പവർ അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞ് a⁻mn ആണ്. പുറത്തെ പവർ അകത്തോട്ട് കയറാൻ ഗുണിച്ച് മാത്രമേ വന്ന് കയറത്തുള്ളൂ. പുറത്തെ പവർ അകത്തോട്ട് കയറാൻ ഗുണിച്ച് മാത്രമേ വന്ന് കയറത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ വരിക? 2⁻12 3ലേക്ക് ഗുണിച്ച് കയറ്റിയാൽ 36 ഇൻറ്റു 2⁻15 4 എന്ന പവറിലേക്ക് ഗുണിച്ച് കയറുമ്പോൾ 60 ഇൻറ്റു 2 ഓക്കെ ആണോ? ബേസ് ഇപ്പോൾ സെയിം ആയല്ലോ, പ്രശ്നം സോൾവ് ആയല്ലോ. ഇനി എന്താ ചെയ്യേണ്ടേ? ബേസ് സെയിം ആയ സംഖ്യകളെ ഗുണിക്കാനായിട്ട് പവറുകളെ തമ്മിൽ കൂട്ടിയാൽ മതി. a⁻m ഇൻറ്റു a⁻n a⁻m+n എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ബേസ് എല്ലാം 2 ആയതുകൊണ്ട് ഇവന്മാരെ ഗുണിക്കാൻ ഇനി പവറുകളെ തമ്മിൽ അങ്ങ് കൂട്ടിയാൽ മതി. ഒരിടത്തെ പവർ 36, ഒരിടത്തെ പവർ 60, ഒരിടത്തെ പവർ 1. അപ്പോൾ എത്രയും ആൻസർ കിട്ടുക? 2⁻36ഉം 60ഉം 96 ഒന്നും കൂടെ കൂട്ടിയ 97 നമ്മുടെ ആൻസർ. 2⁻97. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക്